കഥ ആദിശങ്കരൻ്റെ കയ്യൂക്ക്. ശുദ്ധം ബുദ്ധം തത്വസിദ്ധം. വെള്ളപ്പൊക്കത്തിന് മുന്നേ ഞാൻ കവിത എഴുതുമായിരുന്നു. എഴുതിയത് മുഴുവനും വലിയ വായിൽ ചൊല്ലണം. കുഞ്ഞോളെ, നിനക്ക് പ്രാന്താന്ന് ആളുകൾ കരുതും, ഒന്ന് തൊള്ളയടച്ച് വായിക്കേ എന്ന് കുമാരേട്ടൻ്റെ അമ്മ പറയും. കുമാരേട്ടൻ ആരും അറിയാതെ വാങ്ങിവെക്കുന്ന റമ്മിൻ്റെ വെള്ളമൊഴിക്കാത്ത ശക്തിയാണതെന്ന് ഞാൻ മനസ്സിൽ ചിരിക്കും. വെള്ളമടിച്ചാൽ എനിക്ക് ആരോടെങ്കിലും മിണ്ടണം. അതെപ്പോഴും കുട്ടിയേട്ടനോടായിരുന്നു. ലോകത്തിൻ്റെ ഏത് മൂലയിലായാലും ആ നേരം കുട്ടിയേട്ടൻ എൻ്റെ വാക്കുകൾക്ക് കാതേക്കും. അപ്പോൾ മുഴുവനും ഞാൻ ചോദിക്കും, ഞാനിങ്ങനെ അലച്ചു ചൊല്ലുന്നത് കുഴപ്പമാണോ കുട്ടിയേട്ടാ? നിങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ലേ ഞാൻ കവിത എഴുതുന്നത്? കവിതയില്ലെങ്കിൽ പിന്നെന്ത് കുഞ്ഞോളേന്ന് നിങ്ങൾ ചോദിക്കില്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കണേരം ഞാൻ തുടങ്ങിയതല്ലേ. ഈ 35ാം വയസ്സിലും ഞാൻ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ എഴുതുന്നത്? നിങ്ങൾ എൻ്റെ വായനക്കാരൻ. നിങ്ങൾക്ക് മാത്രമായിട്ടല്ലേ ഈ കണ്ട കവിതകളൊക്കെ ഞാൻ എഴുതി കൂട്ടുന്നത്. അപ്പം നിങ്ങൾ പറയണെന്താ, കുഞ്ഞോളെ വെള്ളമടിച്ചിട്ട് നീ കവിത ചൊല്ലണ്ടെന്നല്ലേ? അതെന്താ അങ്ങനെ? കവിത ഒരു പെയ്ത്തല്ലേ കുട്ടിയേട്ടാ? ഇനി മുതൽ എന്നാൽ ഞാൻ കവിത ചൊല്ലില്ല, പോരെ, വിളിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്താ, വെള്ളമടിച്ചിട്ട് എത്ര നേരം വേണേലും വിളിച്ചോ, കവിത മാത്രം ഒഴിവാക്കിയാൽ മതി. നിർത്തി, ഇനിയില്ല എൻ്റെ പൊന്നോ. ആരുമില്ലാത്ത നേരത്ത് പിന്നെ എനിക്ക് വെള്ളമടിക്കാൻ തോന്നിയത് എൻ്റെ കവിത എഴുത്ത് നിന്നതിന് ശേഷമായിരുന്നു. വീട്ടിൽ ആരുമില്ലെങ്കിലോ ഒഴിവ് കിട്ടിയ ദിവസത്തിലും മാത്രമായി ഞാൻ കുമാരേട്ടൻ്റെ കുപ്പി വറ്റിച്ചു. 2 പെഗ് കഴിഞ്ഞാൽ ഞാൻ ജനാലയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. അപ്പോൾ എൻ്റെ തലയിൽ ആരൊക്കെയോ കയറിയിരുന്ന് തായം കളിക്കും. ഞാൻ കണ്ണു തുറന്ന് പറമ്പും റോഡും കാണും. ആളുകൾ നടന്നു പോകുന്നതും പശുക്കളും ആടും മേയുന്നതും പാടത്തിനപ്പുറത്ത് തോട്ടിൽ വർഗീസ് പാപ്പൻ ചൂണ്ടയിടുന്നതും കാണും. കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നാൽ വർഗീസ് പാപ്പൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു വെളിച്ചം പരക്കും, ശിവകാശി കലണ്ടറിലെ ദൈവങ്ങളുടെ പടത്തിൽ കാണും പോലെ. പിന്നെ അങ്ങനെ പാപ്പനെ മേഘങ്ങൾ മൂടും. ആകാശത്തു നിന്നും വെളുത്ത ചിറകുള്ള വലിയ പക്ഷികൾ വന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി എന്ന് ഒരു മുഴക്കം കേൾക്കും. അന്നേരം വായിച്ച പുസ്തകങ്ങളോ അതിലെ വരികളോ ഞാൻ ഓർക്കുകയേയില്ല. മുമ്പൊക്കെ വെള്ളമടിച്ചാൽ എൻ്റെ തലയിൽ വന്നിരുന്നത് വാക്കുകളും വാചകങ്ങളുമായിരുന്നു. ഞാൻ അതൊക്കെ മറക്കുകയാണ്. വെള്ളമടിക്കുന്നത് സകലതും മറക്കാനാണെന്നാണ് സരസ്വതി ചേച്ചി പറഞ്ഞു തന്നിട്ടുള്ളത്. ആണുങ്ങളോട് ഒരിക്കലും വെള്ളമടിക്കാറുണ്ടെന്ന് പറയരുത്. ബുദ്ധിയുള്ള ഒരു കാര്യവും മിണ്ടരുത്. അവർക്കൊരു തോന്നലുണ്ട്, ഈ പെണ്ണുങ്ങൾക്ക് അടുക്കളയിലെയും കുട്ടികളുടെയും കാര്യം മാത്രം പറഞ്ഞാൽ പോരെ, എന്തിനാ ഗഹനമായ വിഷയങ്ങൾ എന്നെ സംസാരിക്കുന്നത്? ആയതുകൊണ്ട് പ്രപഞ്ചത്തിലെ സകല വിഷയങ്ങളെയും തലയിൽ നിന്നൊഴിവാക്കി ഇടാതിരിക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കുട്ടിയേട്ടനോട് പറയാം. പറഞ്ഞാൽ കുട്ടിയേട്ടൻ കേൾക്കും. എന്നോടൊരിക്കലും നെഞ്ചത്തേക്ക് മാത്രം നോക്കി മിണ്ടുന്നവരെ പോലെ ആവില്ല. കുട്ടിയേട്ടൻ ഞാൻ പറയുന്നതിന് മുഴുവനും മൂളും. ആ കാതുകളിലെ എൻ്റെ വാക്കുകൾ എസ് ജാനകി പാടുന്നത് പോലെയാണെന്നോ, അല്ലെങ്കിൽ കുഞ്ഞോളെ നീ സിനിമാ കഥ പറയാണോ എന്നാ ചോദിക്കാം. അന്നേരവും ഞാൻ നിങ്ങളിതൊന്ന് കേക്ക് എന്ന് ചെറുതായിട്ട് ദേഷ്യപ്പെടും. എന്നാ നീ പറയേ എന്ന് പറഞ്ഞ് കുട്ടിയേട്ടൻ മൗനിയാകും. വെള്ളപ്പൊക്കം ഒരു വരവായിരുന്നു. അതിങ്ങനെ കുത്തിയൊലിച്ചു വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയതേയില്ല. മഴ നിർത്താതെ പെയ്യുന്നു. എപ്പോഴും മഴ പെയ്യുന്നത് പോലെ പെയ്ത് അപ്പോഴുണ്ടാകുന്ന വെള്ളം പറമ്പിലേക്കും പാടത്തേക്കും പിന്നെ തോട്ടിലൂടെ കായലിലേക്കും ഒഴുകിപ്പോകുമെന്ന് കരുതിയതാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. മഴ പെയ്തുകൊണ്ടേയിരുന്നു. ആദ്യം വീടിനു പിന്നിലെ താമരക്കുളം നിറഞ്ഞു. അത് കവിഞ്ഞൊഴുകിയത് വീടിൻ്റെ മുറ്റത്തേക്കായിരുന്നു. താമരക്കുളത്തിലെ ചെളിക്കൊപ്പം അതിൽ പ്ലാസ്റ്റിക് ഡബ്ബകളും കുപ്പികളും ഒഴുകി വന്നു. കുമാരേട്ടൻ്റെ അമ്മ അതൊക്കെ പെറുക്കിക്കൂട്ടി വെച്ചു. പ്ലാസ്റ്റിക് വിൽക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാണ് മഴയത്തേക്ക് ഇറങ്ങിയത്. ഞാൻ അവരെ നോക്കിയിരുന്നു. ഈ മഴയത്ത് തള്ളയ്ക്ക് ചുട്ട പ്രാന്ത് എന്ന് മനസ്സിൽ ആർത്ത് വിളിച്ചു. അമ്മ ഇങ്ങോട്ട് കയറിക്കാളാ, പനി വല്ലതും പിടിച്ച കുമാരേട്ടൻ എന്നെയാ ചീത്ത വിളിക്കാം. നിനക്ക് കാണുന്നില്ലേ ഈ ഒഴുകിപ്പോണതൊക്കെ കാശാ? അമ്മ തലയിലേക്ക് മുണ്ടിൻ്റെ കോന്തലയിട്ട് ഒഴുകി വന്നതൊക്കെ പെറുക്കിയെടുത്തു. പ്രളയം ദൂരെയുള്ളതൊക്കെ അടുത്തെത്തിക്കും, കാണാത്തതൊക്കെ നമുക്കായി തുറന്നിടും. അപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതുമാവില്ല ജീവിതം. പെരിയ കടവിൽ നിന്നാണ് ആദ്യം ജീവിതത്തെക്കുറിച്ച് ഒരു വാക്ക് കേട്ടത്. ഒരു ദിവസം വെള്ളത്തിലേക്ക് കൂപ്പുകുത്തി ഒന്ന് നീന്തി നീങ്ങിയപ്പോഴാണ് മഴക്കാറ്റ് അടിക്കാൻ തുടങ്ങിയത്. എന്നിട്ടും അന്ന് കുറേ നേരം വെള്ളത്തിൽ നിലഞ്ചവിട്ടി കിടന്നു. ഓരത്ത് തുണി അലമ്പിക്കൊണ്ടിരുന്ന സരസ്വതി ചേച്ചി, പോത്തന്തി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാതെ നീ കയറി വരുന്നുണ്ടോ കുഞ്ഞോളെ? കാറ്റിപ്പോൾ ചാറ്റലാവും, നീ അത് കണ്ടില്ലേ എന്ന് ചോദിച്ച്
തുണി പിഴിഞ്ഞ് കൈതോലത്തണ്ടിൽ തൂക്കിയിട്ടു. മുതലയും നീർനായും എപ്പോഴാ നീന്തി വരാന്നറിയില്ല, നീ കയറുന്നുണ്ടോ? അന്നേരം കൈതപ്പൊന്തയ്ക്ക് അപ്പുറത്തു നിന്നും കുമാരേട്ടൻ്റെ അച്ഛൻ്റെ നിലവിളി കേട്ടത് മാത്രം ഓർമ്മയുണ്ട്. മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ പടിഞ്ഞാട്ട് ഒഴുകുകയായിരുന്നു അച്ഛൻ. കുഞ്ഞുമോളെ ചതിച്ചോ എന്നായിരുന്നു സരസ്വതി ചേച്ചി വാവിട്ടലച്ചത്. അതും കേട്ടു. പിന്നെ കണ്ണു തുറന്നത് ആശുപത്രിയിലായിരുന്നു. അടിയൊഴുക്കിൻ്റെ വേഗം കുഞ്ഞോളെ ആർക്കും അറിയില്ല. ചാവാണ്ട് കിട്ടിയത് പെറ്റോന്റെ കൃപ. ആശുപത്രിയിൽ കുമാരേട്ടൻ്റെ അമ്മ പറഞ്ഞു. ജീവിതത്തിൽ ചിലരൊക്കെ കൂട്ടുവേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഓരോ നിമിഷവും ചിലരൊക്കെ അടുത്തു വന്നതും ഞാൻ അറിയാതെ അവരെന്നെ വിരലിൽ തൂക്കി നടത്തിയതും. പ്രളയം സർവ്വതും ശൂന്യമാക്കും. പിന്നെ ഓർത്തുവെക്കാൻ ഒരു കഥ പറയും. 99 വെള്ളപ്പൊക്കം എന്നത് ആരുടെയോ ഓർമ്മയാണ്. എന്നാൽ എനിക്കോർക്കാനായി 2018 ഉണ്ടല്ലോ. ആശുപത്രിയിലെ കട്ടിലിൻ്റെ ക്രാസിയിൽ തലചായ്ച്ചിരിക്കുമ്പോൾ തോന്നിയതാണ്. പ്രളയം തീർന്ന് പുഴ ശാന്തമായപ്പോൾ കുമാരേട്ടൻ്റെ അച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ട് മൂപ്പരെ രക്ഷിച്ച കൈതപ്പൊന്തയുടെ അരികിൽ വന്നു നിന്നു. കുറേ നേരം ഒന്നും മിണ്ടിയില്ല. പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി. വിരൽ നനഞ്ഞു, പാദം നനഞ്ഞു, പിന്നെ മുട്ടുവരെ നനഞ്ഞു. വീണ്ടും താഴേക്ക് നടന്നപ്പോൾ ഞാൻ വിളിച്ചു, അച്ഛാ വേണ്ട, നല്ല ഒഴുക്കുണ്ട് ഇപ്പോഴും. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ നിലവിളി നീ കേട്ടു. എന്നെ പിടിക്കാനായി നീ ഒഴുകിയത് സരസ്വതി കണ്ടു. മരിച്ചിട്ട് വീണ്ടും ജീവിക്കാൻ ഒരു ഭാഗ്യം വേണം. അതെല്ലാവർക്കും കിട്ടില്ല. പെറ്റുവേണ കുട്ടിയെപ്പോലെ രണ്ടാമത് ജീവിക്കുന്ന ജീവിതമാണ് സത്യം. അതിനു മുന്നേ ജീവിച്ചത് വലിയൊരു നുണയായിരുന്നു. ജീവിച്ച ജീവിതത്തിൽ കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വലിയ നുണ. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു രണ്ടാം ജന്മം വേണം. അതുണ്ടാക്കാൻ നിന്റെ തലമുറയ്ക്ക് കഴിയും. ചരിത്രമറിയാതെ ഒന്നും നിലനിൽക്കില്ല എന്ന സത്യം ഇനി നീ പറയണം. അതാവും ജീവിതം. നുണ പറഞ്ഞ് എത്ര കാലം ജീവിക്കാൻ പറ്റുക? ചുറ്റിലുമുള്ള മനുഷ്യർ പറയണതൊക്കെ നീ കേൾക്കണില്ലേ? മനസ്സിൽ മറ്റുള്ളവരോട് പറയുന്നത് സത്യമാവണം എന്ന് കരുതി ഒരു ജീവിതമുണ്ട് എന്ന് വിചാരിക്കുന്നതേ മറ്റൊരു കള്ളമാണ്. കുളിച്ചിട്ടും മാറാത്ത മുഷിവുകളുമായിട്ടാവും ചില ദിവസം നമ്മൾ വീട്ടിൽ നിന്നിറങ്ങുന്നത്. വഴിയിൽ കാണുന്ന ചില മുഖങ്ങൾ ആ മുഷിവുകൾക്ക് ഞൊറിയിടുകയോ പാടെ ഇല്ലാതാക്കുകയോ ചെയ്യും. മഴയ്ക്ക് ശേഷം ചുട്ടുപഴുത്ത വെയിൽ ദിവസത്തിലേക്കാണ് ഈ ബസ് വന്നു നിന്നത്. സ്ഥാനാർത്ഥി കാത്തു നിൽക്കുന്ന പരിചയക്കാരെന്ന പോലെ കൈവീശി നമ്മൾ ബസ്സിൽ കയറുന്നു. ബസ്സിൽ നിറഞ്ഞൊഴുകുന്ന പാട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നു. പാട്ടുകാരിയും നർത്തകിയും ലോകസുന്ദരിയും നമ്മൾ തന്നെ എന്ന് ആത്മരതിയിൽ അഭിരമിക്കുന്നു. ഹോ, എത്ര സ്നേഹമായിട്ടാണ്! ചില്ലറയില്ലേ എന്ന ചോദ്യം പോലും പൊരിവെയിലിൻ്റെ ജനാലക്കാഴ്ചയിലും ഹരിതാപിയിലും അലിയാൻ പോലും ഇന്ന് നമുക്ക് കഴിയുമായിരിക്കും. അത്രമേൽ കരുതലോടെയാണ് കുഞ്ഞോളെ തള്ളുകൊള്ളാതെ നിന്നോളൂ എന്ന് ചിരിക്കുന്നത്. പെണ്ണുങ്ങളുടെ സീറ്റിൽ മുഴുവനും ആണുങ്ങളുണ്ട്. ഒരു സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ആണുങ്ങളുടെ സീറ്റിൽ നിന്നൊരാണ് എഴുന്നേറ്റിറങ്ങി. ഒരു സ്ത്രീയല്ലേ, അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതി ആരോ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ആൾത്തിരക്കിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സീറ്റ് കിട്ടുകയാണല്ലോ എന്ന് സമാധാനിച്ചു. പ്രൈവറ്റ് ബസ്സല്ലേ, ഒട്ടും സ്പീഡ് കുറയ്ക്കില്ലല്ലോ. ആഞ്ഞുലഞ്ഞ് അതങ്ങനെ പായും. എന്താ സ്പീഡ് എന്നെവിടെയോ എപ്പോഴോ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നേരം അച്ഛൻ്റെ ഒരു ചിരിയുണ്ട്. അതേതോ സിനിമയിലായിരുന്നു എന്ന് തോന്നുന്നു. എന്നിട്ട് അച്ഛൻ പറയും, സകല മനുഷ്യരും എന്തിനാ ഇത്ര വേഗത്തിൽ പായുന്നത്? മരിച്ചു ജീവിച്ച ഒരാളുടെ മനസ്സാണത്. ഓടുന്ന ബസ്സിൽ ചാഞ്ഞും ഉലഞ്ഞും ഇരിക്കുന്നത് ഒരാണിൻ്റെ അരികിലാണ്. അയാൾ കണ്ണടച്ച് ഉറങ്ങുകയാണ്. അയാളുടെ മടിയിൽ ഒരു ബാഗുണ്ട്. എൻ്റെ മടിയിലും ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് വെച്ചിട്ടുണ്ട്. അയാളുടെ കൈമുട്ട് പതുക്കെ എൻ്റെ ഇടുപ്പിൽ വന്ന് മുട്ടുന്നുണ്ട്. പാവം, ഉറങ്ങുകയല്ലേ, ഉറക്കത്തിൽ അറിയാതെയാവും. ഞാനൊന്ന് ശ്രദ്ധിച്ച് അല്പം ഒതുങ്ങി അയാളെ മുട്ടാതെയിരുന്നു. ബസ് സ്പീഡിൽ തന്നെയാണ്. അയാളതാ എന്നെ തൊട്ട് ചാഞ്ഞിരിക്കുന്നു. അയാളുടെ തല ചെരിഞ്ഞ് എൻ്റെ തോളിലേക്ക് അമരുന്നു. ഞാൻ പതുക്കെ അയാളുടെ തല പിടിച്ചു മാറ്റി. അയാൾ ഉറങ്ങുക തന്നെയാണ്. വീണ്ടും അയാൾ കൈമുട്ടുകൊണ്ട് എൻ്റെ സാരി താഴ്ത്തുന്നുണ്ട്. ഞാൻ ഉറങ്ങിയൊന്നുമല്ലല്ലോ. ഞാൻ മിണ്ടാതെയിരുന്നു, അനങ്ങിയതുമില്ല. അയാൾ എത്ര താഴ്ത്തുമെന്നറിയട്ടെ. കുറച്ചു നേരം അയാൾ അവിടെ തന്നെ കൈമുട്ട് ചേർത്ത് വെച്ചു. അയാളുടെ കൈയുടെ ചൂട് ഞാൻ അറിയുന്നുണ്ട്. ബാഗിന് മീതെ നിന്നും അയാൾ കൈ എൻ്റെ തുടയിലേക്ക് നീട്ടിവെച്ചു. എന്നിട്ട് ബാഗ് കൊണ്ട് അയാൾ ആ കൈ മറച്ചു പിടിച്ചു. അയാൾ ഉറക്കത്തിലാണല്ലോ. ഇനി എന്താണ് അയാളുടെ പ്ലാൻ എന്നറിയാൻ ഞാൻ കാത്തിരുന്നു. അയാൾ തലയിപ്പോൾ എൻ്റെ തോളിലേക്ക് ചായ്ക്കുന്നില്ല. കൈ എൻ്റെ തുടയിൽ അമർന്നിരിക്കുകയാണല്ലോ. ഞാൻ ആ കൈ തട്ടി മാറ്റി. അയാൾ കൈ ഉറക്കത്തിൽ തന്നെ എടുത്തു. ബസ്സിൻ്റെ സ്പീഡ് ഒരുതരം മത്സരപ്പാച്ചിലാണ്. ആളുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും സമയം കൊടുക്കുന്നു പോലുമില്ല. എന്നാലും അയാളുടെ കൈ പതുക്കെ എൻ്റെ തുടയിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. ഇങ്ങനെ തൊട്ടിരുന്നാൽ എന്ത് സുഖമാണ് അയാൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ ഓർത്തുകൊണ്ടാണ് കുമാരേട്ടനെ വിളിച്ചത്. കുമാരേട്ടൻ, ഇത് എവിടെയാ? ഞാൻ ബസ്സിൽ കയറി ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ എത്തും. സ്റ്റോപ്പിൽ തന്നെ ഉണ്ടാവണം.
ഇവിടെ ഒരുത്ത എൻ്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് ചില അൽക്കുലത്തെ ഇടപാട് നടത്തുന്നുണ്ട്. നിന്റെ കൈ എന്താ കള പറിക്കാൻ പോയതാ? ഒന്ന് കൊടുത്തുവിടാ മോയന്തിരിട്ട്. അവൻ ഇറങ്ങിയിട്ടിലേക്ക് പിടിച്ച് പണിയാക്കാം. വിളിച്ച് ആളെ കൂട്ടിക്കാളാം. സ്റ്റാലിനാ കണ്ടക്ടർ, അവനോട് പറഞ്ഞാളാം. ഈ സംസാരം ആ മോയന്ത് കേട്ടിട്ടുണ്ടാവും. അവൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഫോൺ ചെയ്തത്. എന്നിട്ടും അവനൊരു കൂസലുമില്ല. അവൻ്റെ വിരലുകൾ പതുക്കെ എൻ്റെ തുടയിൽ കളം വരക്കുന്നു. ഞാൻ എൻ്റെ ബാഗ് തപ്പി. അതിനകത്തൊരു സാരി പിൻ എൻ്റെ വിരലിൽ തടഞ്ഞു. അതെടുത്ത് അവൻ്റെ കയ്യിൽ ആഞ്ഞു കുത്തിയതും ഒരു ആർത്തനാദം മുഴങ്ങി. ആ നിമിഷം തന്നെ ബസ് റോഡ് ചതച്ചുകൊണ്ട് ബ്രേക്ക് ഇട്ടു. പ്രളയത്തിനു പിറകെ വരാനുള്ള ദുരന്തമായിരുന്നു ആ നിലവിളി. സകലതും കുഴഞ്ഞു മറിഞ്ഞ ഒന്നിൽ നിന്നും കവചിതമാക്കപ്പെടുന്ന ദിവസത്തിലേക്കുള്ള സഞ്ചാരമായിരുന്നു അത്. പ്രളയം കഴിഞ്ഞ് മുഖം പകുതി മൂടി വെക്കുന്നതുവരെ അയാൾ എന്നെയും ഞാൻ അയാളെയും കണ്ടിരുന്നു. ആളുകൾക്ക് പിന്നെ മുഖമില്ലാതായപ്പോൾ ആരും ആരെയും കാണാതെ പോയി. അസ്വസ്ഥത എന്ന് വെച്ചാൽ കീറലുള്ള ഒരു തലയണിയാണ്. എത്ര ഒതുക്കി വെച്ചാലും പഞ്ഞി ചോരുന്നത്. ഒറ്റപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് മനുഷ്യർ സംസാരിച്ചു തുടങ്ങിയത്. ആളുകളെ അറിയാനും അവരുടെ മനസ്സ് കാണാനും തുടങ്ങിയത് അകറ്റി നിർത്തപ്പെട്ടപ്പോഴാണ്. മിണ്ടാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നു, സ്വരം പോലും ഓർക്കുന്നു. ചിരിയും ഓർമ്മയുമല്ല വിചാരം. മോനെ ഉറക്കാൻ കിടത്തി. കുമാരേട്ടൻ തിരുവനന്തപുരത്ത് ഇനി 2 ആഴ്ച കഴിയും വരാൻ. തീവണ്ടി ഓടുന്നില്ലല്ലോ ഇപ്പോൾ. ലോക്ക്ഡൗൺ കഴിഞ്ഞാലേ വരൂ. അപ്പുറത്തെ വീട്ടിൽ കോവിഡ് ഉണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഈ പഞ്ചായത്ത് മുഴുവനും കോവിഡ് രോഗികളുണ്ട്. ജീവിതത്തിൽ കുറേ ഇടപാടുകളില്ലാതായപ്പോൾ കൂടുതൽ നേരം മൊബൈലിൽ പാട്ടും സിനിമയും കാണാൻ തുടങ്ങി. മനുഷ്യരിപ്പോൾ ലോകം കണ്ടു തുടങ്ങി എന്ന് കുമാരേട്ടൻ്റെ അമ്മ പറഞ്ഞു. അവരും അറിയാത്ത ഭാഷയിലെ ആളുകളെ കാണുകയും കേൾക്കുകയും ചെയ്തു. കുഞ്ഞോളെ, ലോകം എത്ര ചെറുതല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ഞാൻ അപ്പോഴും എനിക്കറിയാവുന്ന പാട്ട് മാത്രം കേട്ടു. എൻ്റെ അച്ഛനാണ് ആദ്യമായി നിങ്ങൾ എനിക്ക് കാണിച്ചത്. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അന്ന് ഞങ്ങൾ എന്നെ കോളേജിൽ ചേർത്ത് നാട്ടിലേക്ക് പോകാൻ തീവണ്ടിയിൽ കയറാനായി വന്നതായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ദാ പോകുന്ന ആളെ നീ കണ്ടോ? അയാൾ പാട്ട് പാടുന്ന ആളാണ്. ആകാശവാണിയിലാണ് ജോലി ചെയ്യുന്നത്. നീ അയാൾ പാടിയ പാട്ട് കേട്ടാണ് എന്നും ഉറങ്ങാറുള്ളത്. യേശുദാസിനേക്കാൾ എനിക്കിഷ്ടം നിങ്ങളുടെ സ്വരമായിരുന്നു. നിങ്ങൾ പാടുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ പാടുന്നത് പോലെ തോന്നും. കുട്ടിക്കാലത്ത് അച്ഛൻ കുറേ പാടി തന്നിട്ടുണ്ട്. പിന്നെ അച്ഛൻ സമയം കിട്ടുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും പാടുന്നത് കേൾക്കും. അച്ഛൻ പാടിയതൊക്കെ യേശുദാസിൻ്റെ പാട്ടുകളായിരുന്നു. എന്നാൽ അതൊക്കെ അച്ഛൻ്റെ ശബ്ദത്തിലായിരുന്നു. അങ്ങനെ വളർന്നു വലുതായപ്പോൾ നിങ്ങളുടെ പാട്ട് ഞാൻ എപ്പോഴും കേട്ടു. അപ്പോൾ മുതൽ നിങ്ങളാണ് എൻ്റെ അച്ഛൻ. നിങ്ങളുടെ സ്വരം എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. നിങ്ങൾക്ക് അന്നൊരുപാട് മുടി ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയിൽ ചീകി ഒതുക്കി വെച്ചിരുന്നു. നല്ല കറുത്ത തിളങ്ങുന്നത്. അതൊരിക്കലും വെളുക്കുകയില്ല എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പാട്ടുകൾ എന്നും യൗവനത്തിൻ്റെതാണ്, നിങ്ങളുടെ സ്വരവും എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. കുമാരേട്ടനെ കെട്ടിയതിന് ശേഷവും ഞാൻ പഠിക്കാൻ ചേർന്നു. പഠിച്ചത് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക എന്നൊരു പ്രക്രിയ കുമാരേട്ടൻ്റെയും രണ്ടാമത് ജനിച്ച അച്ഛൻ്റെയും നിർബന്ധമായിരുന്നു. കുഞ്ഞോളെ, നീ എന്തിനാ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത്? നിനക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. വല്ലതും കൂടുതൽ പഠിച്ചു വെച്ചാൽ ഒരു ജോലിയാവും. അത് നമുക്ക് തന്നെയല്ലേ ഗുണാവുന്ന. നീ പഠിക്കേ. നിന്നെ ഞാൻ ടീച്ചറാക്കാം. അതിന് കാശ് എത്രയാണ് വേണമെന്ന് വെച്ചാൽ അതും കൊടുക്കാം. തീവണ്ടിയിൽ കയറി കോളേജിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടായി. ഒരിക്കലും മിണ്ടാത്ത, ദൂരെ നിന്നും കാണുന്ന കൂട്ടം. നിങ്ങളുടെ മുടി വല്ലാതെ നരച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ ശബ്ദത്തിന് അപ്പോഴും ചെറുപ്പമായിരുന്നു. നിങ്ങൾ ആളുകളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും ഒക്കെ ഇരുന്ന് ഞാൻ കേട്ടു. നിങ്ങൾ പാടുന്നത് പോലെ തന്നെയാണ് മിണ്ടുന്നത്. മനുഷ്യർക്ക് അങ്ങനെയും സംസാരിക്കാൻ കഴിയും അല്ലേ? ഞാൻ കേട്ടിട്ടുള്ള ചിലതൊക്കെ വലിയ വായിൽ വിളിച്ചു കൂവുന്ന തെറികളും അട്ടഹാസങ്ങളും മാത്രമാണ്. അതെൻ്റെ വീടിൻ്റെ ചുറ്റിലുമുണ്ട്. ബുദ്ധിയും വിവരവുമുള്ളവർ എന്ന് അഭിമാനിക്കുന്നവൻ്റെയും ഉള്ള് ചെളി നിറഞ്ഞതാണ്. അതറിയണമെങ്കിൽ അവരോട് എന്തെങ്കിലും കടം വാങ്ങണം. കടം വാങ്ങാതെ ജീവിക്കാൻ പറ്റാത്തവർ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കേൾക്കുന്ന ഭാഷ അശ്ലീലത്തിൻ്റെതാണ്. ഒരിക്കൽ വണ്ടിയിലിരുന്ന് നിങ്ങൾ ദൈവദശകം പാടി. അത് സംഗീതത്തിൻ്റെ അകമ്പടി ഒന്നുമേയില്ലാതെ പാടി റെക്കോർഡ് ചെയ്ത് ഇറക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ പാടിയത്. അതിൻ്റെ അവസാനം കേട്ടപ്പോൾ എനിക്ക് കണ്ണു നിറഞ്ഞു. ഞാൻ കരയുന്നത് ആളുകൾ കാണുന്നുണ്ടായിരുന്നു. ആളുകൾ കണ്ടാൽ എനിക്കെന്ത് എന്നോർത്തു തന്നെ ഞാൻ കരഞ്ഞു. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആനന്ദം മാത്രം ശാശ്വതമായി അവശേഷിക്കണം എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചു പറഞ്ഞതോടെ ഞാൻ പൊട്ടിക്കരഞ്ഞു. ആളുകൾ എന്നെ നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവരാരും എന്നെ സമാധാനിപ്പിക്കാനോ എന്നോട് ചോദിക്കാനോ വന്നില്ല. നിങ്ങൾ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ എൻ്റെ അരികിൽ വന്നു നിന്ന് എന്നെ നോക്കി. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് നിങ്ങൾ എനിക്കൊരു മായയായിരുന്നു. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും എന്ന് പറഞ്ഞ് ഞാൻ വലിയ വായിൽ കരഞ്ഞു. നിങ്ങൾ എന്നെ തൊട്ടു. ആ നിമിഷം എൻ്റെ ഉള്ളിൽ ഒരു മിന്നലുണ്ടായി. ഞാൻ ശാന്തയായി.
ആ നേരം ആരോ നിങ്ങളെ കുട്ടിയേട്ടാ എന്ന് വിളിക്കുന്നത് മാത്രം ഞാൻ കേട്ടു. കുട്ടിയേട്ടാ, നിങ്ങൾ എന്നെ കേൾക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളായിട്ട് എല്ലാവരും നുണ പറയുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഒരു പ്രളയം വന്നാൽ എല്ലാം നേരെയാവുമെന്ന് ആദ്യം കരുതി. സകല മാലിന്യവും തൂത്തുപെറുക്കിയത് ഭൂമിയിൽ നിന്നേ ഇല്ലാതാക്കും എന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. അഴുക്കൊക്കെ അപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. മനുഷ്യൻ്റെ മനസ്സിലും ആ ചെളിയൊക്കെ അങ്ങനെ നിറഞ്ഞു കിടന്നു. പിന്നെ വിചാരിച്ചു, ഒരു രോഗം വന്നാൽ എല്ലാം തീരും. ആരോഗ്യമുള്ള മനസ്സിൽ നന്മയുള്ളവർ മാത്രമാവും പിന്നെ ജീവിക്കുക. അതുമില്ല. അടച്ചുപൂട്ടിയിരുന്നപ്പോൾ മനുഷ്യർ നുണ പറയാൻ പഠിച്ചു എന്നാണ് തോന്നുന്നത്. മഴ മാറി വെയിൽ വീണ ഒരു ദിവസം ക്ലാസ് ഇല്ലാത്ത നേരത്ത് ഞാൻ കടവിലേക്ക് നടന്നു. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ കടവിലാത്രേ ശങ്കരാചാര്യരെ മുതല പിടിച്ചത്. മരണത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായി ഒരു ജന്മം വിട്ട് അടുത്ത ജന്മമായ സന്യാസം സ്വീകരിക്കുവാൻ, ഈ ജന്മത്തെ ഉപേക്ഷിക്കുവാൻ ഹേതുവായി അവതരിച്ച മുതലയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അമ്മയെ വിശ്വസിപ്പിച്ച ഒരു കഥയ്ക്ക് ഈ പൂർണ്ണാനദിയാണ് സാക്ഷ്യം. ദേഷ്യവും സങ്കടവും വെറുപ്പും സന്തോഷവും ആശയും നിരാശയും നിറഞ്ഞ ഇഹസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനൊരു രണ്ടാം ജന്മം. ഭൂമിയല്ല, ഞാൻ ജലമല്ല, അഗ്നിയല്ല, വായുവുമല്ല, ആകാശമല്ല, ഇന്ദ്രിയങ്ങളോ മനസ്സോ അല്ല, യാതൊരുവിധ മാറ്റത്തിനും വിധേയമാകാത്ത, എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ലൗകിക ദുഃഖങ്ങൾക്കെല്ലാം അതീതമായ മംഗളസ്വരൂപമാണ് ഞാൻ എന്നു പറഞ്ഞ ആചാര്യന്റെ വഴിയിൽ ഞാൻ നടന്നു. ആകാശത്തിരിക്കുന്ന ദൈവം എല്ലാം കാണുന്നുണ്ട് എന്ന് അമ്മ എന്നോട് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. വലുതായപ്പോൾ മനസ്സിലായി, ദൈവം എന്നത് ഭയപ്പെടുത്താനുള്ള ഒരു ഉപാധി മാത്രമാണ്. ആ പേടി വളർത്തിയാണ് ഇപ്പോൾ ഉള്ളവർ നയിക്കുന്നത്. മനുഷ്യന്റെ വികസനത്തിനും അമ്പലങ്ങൾ ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത്. കുട്ടിയേട്ടാ, ദൈവഭയമാണോ നമുക്ക് വേണ്ടത്? ഈ പറയുന്ന ദൈവം ഉണ്ടെച്ചാൽ മനുഷ്യരങ്ങളെ കള്ളത്തരം കാണിക്കും, കുട്ടികളെയും പെണ്ണുങ്ങളെയും ഉപദ്രവിക്കും. എനിക്കൊന്നും അറിയില്ല. ദൈവം എല്ലാം കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗമുണ്ടോ? എന്തിനാ നമ്മളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ചരിത്രത്തിന് മുമ്പ് ദിനോസറുകൾ ജീവിച്ചിരുന്ന നർമ്മദാ നദിയുടെ തീരത്ത് ബുദ്ധനെ പോലെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. അയാൾക്ക് ചുറ്റിലും ധാരാളം മനുഷ്യർ കൂടി നിൽക്കുന്നു. അവരുടെ കരച്ചിൽ പതുക്കെ നിശബ്ദമായ തേങ്ങലാവുന്നു. ആ നിമിഷം ചരിത്രത്തിൽ നിന്നിറങ്ങി വന്ന ഒരു രാജകുമാരൻ മരിച്ച മനുഷ്യന്റെ കാൽക്കലിലേക്ക് ആളുകൾ ആരും അറിയാതെ പതുക്കെ വേഷപ്രച്ഛന്നനായി നടന്നെടുക്കുന്നു. ആൾക്കൂട്ടത്തിൽ മരിച്ച മനുഷ്യന്റെ തലക്കരികിൽ മുട്ടുകുത്തിയിരിക്കുന്ന ഒരാൾ മാത്രം ആ രാജകുമാരനെ തിരിച്ചറിയുന്നു. അയാൾ കണ്ണുകൊണ്ട് വന്ന രാജകുമാരനോട് വേഗം കടന്നു പോകാൻ പറയുന്നു. ആ രാജകുമാരനും കൂടെ കുറേ ആൾക്കാരും ചേർന്ന് ചങ്ങാടം തുഴഞ്ഞു പോകുന്നു. കാറ്റിലും കോളിലുമായി അവർ സഞ്ചരിച്ച ഒരു ദ്വീപിൽ വന്നെത്തുന്നു. ആ ദ്വീപിൽ അവർ ഒരു രാജ്യം സ്ഥാപിക്കുന്നു. ആ രാജ്യത്ത് താമസിച്ചിരുന്ന യക്ഷന്മാരുടെ കൂട്ടത്തിലെ അതിസുന്ദരിയായ ഒരു യുവതിയെ രാജകുമാരൻ വിവാഹം കഴിക്കുന്നു. യഥാർത്ഥത്തിൽ ആ സ്ത്രീ ഒരു പിശാചായിരുന്നു. അവർക്ക് ദ്വീപിന് പുറത്തുള്ളവരുമായി സഹവാസമുണ്ടാവുന്നു. സ്വസ്ഥമായ ഒരു ഭരണം ആ രാജകുമാരൻ അവിടെ നടത്തിയെങ്കിലും അയാളെ അതിനനുവദിക്കാതെ ദ്വീപിന് പുറത്തുള്ള ഒരു വലിയ രാജ്യത്തിലെ വെളുത്തവരും കറുത്തവരുമായ ദുഷ്ടന്മാർ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ആളുകൾ പിശാചിന്റെ വാക്കുകൾ ഉരുവിടുന്നവരായിരുന്നു. ഏത് നിമിഷവും തൻ്റെ ഭരണത്തിൽ അസൂയ പോണ്ടവർ തന്നെ ഇല്ലാതാക്കുമെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. രാജാവിനെയും അനുയായികളെയും കൊന്നൊടുക്കുവാൻ ഒരു വലിയ പടക്കപ്പൽ ദ്വീപിലേക്ക് പുറപ്പെടുന്നു. ദ്വീപിൽ ആ കപ്പലെത്തിയതും അവരെ നേരിട്ടത് കുരങ്ങന്മാരുടെ മുഖവും മനുഷ്യ ശരീരവുമുള്ള വലിയൊരു പടയുമായി ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം പടക്കപ്പലിൽ നിന്നും കരയിലേക്കിറങ്ങി കറുത്തവരും വെളുത്തവരുമായ ആളുകൾക്ക് നേരെ അസ്ത്രങ്ങൾ എയ്യുന്നു. പടക്കപ്പലിൽ നിന്നും വന്നവർ സന്യാസിയെ കണ്ടതും അമ്പുകളിൽ നിന്നും രക്ഷപ്പെടുവാനായി കടലിലൂടെ തിരിച്ച് കപ്പലിലേക്ക് നീന്തി കയറുകയായിരുന്നു. അവരെല്ലാം പോയതും സന്യാസിയും കൂട്ടരും രാജാവിൻ്റെ അരികിലെത്തുകയും സന്യാസിയുടെ കയ്യിലെ വില്ല് രാജാവിന് മുന്നിൽ വെക്കുകയും ചെയ്തു. ആ നിമിഷം തന്നെ ഒരു വലിയ ബോംബ് പൊട്ടിയാൽ ഉണ്ടാകുന്നത് പോലെ സകലതും ഇടിഞ്ഞു പൊടിഞ്ഞു വീണു. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ഞാൻ എങ്ങോട്ടോ തെറിച്ചുപോയി. വന്നു വീണത് ആദിശങ്കരനെ മുതല പിടിച്ച ഈ നദിയുടെ കരയിലായിരുന്നു. കുട്ടിയേട്ടാ, ആ ദ്വീപ് കണ്ടാൽ ശ്രീലങ്ക പോലെ തോന്നിയിരുന്നു. ആ യുദ്ധത്തിൽ ഞാനാകെ കേട്ടതും ഇപ്പോൾ ഓർമ്മയുള്ളതും തമ്പപണ്ണി എന്നൊരു വാക്കും അഭയമന്ത്രവും മാത്രമാണ്. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. കുട്ടിയേട്ടാ, രാജാവും സന്യാസിയും യുദ്ധവുമൊക്കെ പഴയ കാലത്ത് നിന്നും എന്നെ പൊളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. കണ്ണു തുറന്നു കിടന്നപ്പോഴൊക്കെ ഞാൻ കേട്ടത് പിന്നെ ബുദ്ധന്റെ അവസാന വാക്കുകളായിരുന്നു. എല്ലാ വസ്തുക്കളും നശിക്കും. അറിവ് അന്വേഷിച്ച് ഏറെ ശ്രദ്ധയോടെ മോക്ഷത്തിനായി പ്രയത്നിക്കുക. ആരുടെ മോക്ഷമാണ് കുട്ടിയേട്ടാ? എനിക്കിവിടെ മതിയായി. കൂടെ നിൽക്കുന്നവരും ചുറ്റിലും കാണുന്നവരും നമ്മളെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കാം. ആൾക്കാരൊക്കെ കള്ളദൈവങ്ങളാവാൻ നടക്കുക. ഒരുത്തനും വിശ്വസിക്കാൻ പറ്റണില്ല. പണ്ട് അമ്മ പറഞ്ഞത് ദൈവത്തിനെ പോലുള്ളവരെ കണ്ടാൽ അറിയാൻ പറ്റുന്ന, അവർക്ക് തലയുടെ പിന്നിൽ ഒരു വെളിച്ചമുണ്ടാവുന്ന,
നല്ല മനസ്സുള്ളവർക്ക് അത് കാണാനും അറിയാനും പറ്റുന്ന ഞാൻ ആൾക്കാരെ കാണുന്നുണ്ട് കുട്ടിയേട്ടാ. അവിടെ തലയിൽ കൂർത്ത കൊമ്പുകൾ പൊന്തി നിൽക്കുക, അതിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട്. രണ്ടുപേര് കണ്ട ആരാ എന്താന്ന് ചോദിക്കുന്ന ഒരു കാലമാണ് വരുന്നത്. അവിടെ കണ്ണിലൊന്നും വെളിച്ചമില്ല കുട്ടിയേട്ടാ. ഒരു രണ്ടാം ജന്മം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കടവത്ത് ഇപ്പോൾ ആരുമില്ല. ഒരു മുതല വരുന്നതുവരെ ഞാനിവിടെ നിൽക്കും. എന്നെ തിരിച്ചു വിളിക്കാൻ ആരും ഉണ്ടാവരുതേ കുട്ടിയേട്ടാ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.